ഹലോ, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല മഴയൊക്കെ ഇട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കാൻ വേണ്ടി പോണ ഷെയർ HAL ഹാലെന്നൊക്കെ പറയും, എനിക്കറിയില്ല, നമ്മൾ ചേരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നലെ എടുത്ത ഷെയർ തന്നെയാണ്, കുഴപ്പമില്ല. നമുക്ക് തൽക്കാലം ഒന്ന് MCX എടുക്കുകയുള്ളൂ. പക്ഷേ അതിന് മുമ്പ് ഒന്ന് ചെറിയൊരു സ്കെൽറ്റൻ ചെയ്യാമെന്ന് ഓർത്താണ് ഞാൻ ഷെയർ എടുത്തത്. അപ്പോൾ ആദ്യം ഒരു 10 ക്വാണ്ടിറ്റി എടുത്ത് അത് സെൽ ഓർഡറാണ് എടുത്തത്. പക്ഷെ അത് പോയി. രണ്ടാമത് 20 ക്വാണ്ടിറ്റി എടുത്ത് അതും പോയി. ലാസ്റ്റ് മൂന്നാമത്തെ ക്വാണ്ടിറ്റി 30ാമത്തെ ക്വാണ്ടിറ്റി എടുത്തേക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ നഷ്ടം നികത്തി, അതൊരു നഷ്ടം ഉണ്ടായിരുന്നു, അത് നികത്തി 300 പ്രോഫിറ്റ് അത് തന്നെ എടുത്തിട്ടേ പോകുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇങ്ങനെ നിന്നു. ഇതും സെല്ലോഡറിൻ്റെ ഇതിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യം 10-300 നമ്മൾ എസ്കേപ്പായി. കാര്യം നമ്മളിപ്പോൾ 2 ലോസ് കൊടുത്തിട്ട് മൂന്നാമത്തെ ട്രേഡാണ് ഇത് നഷ്ടമായ പണിയാണ്. പിന്നെ ഇത് നിർത്താൻ വേണ്ടി നടക്കണം. 200 തന്നെ നമ്മൾ അത് ഇനിയും കുറച്ചും കൂടി കയറ്റെന്ന് ഓർത്തത് ഉണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് ആ ഒരു 300 സംതിങ്ങോളം നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അത് 337 400 വരെയൊക്കെ കയറിയെന്ന് തോന്നുന്നു. 400 വരെയൊക്കെ കയറിയതാണ്. പിന്നെ റിട്ടേൺ വന്നതുണ്ട്. അപ്പോൾ ഇതാണ് ഹാലിൻ്റെ ട്രേഡ് ആയിരിക്കുന്ന. അവിടെയാണ് നമ്മൾ ആദ്യത്തെ ഒരു 10 ഓർഡർ എടുത്തത്. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച് മുകളിലേക്ക് ആ ഗ്രീൻ ക്യാൻഡിൽ. പിന്നെ രണ്ടാമത് ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങുമെന്നൊരു അവസ്ഥ വന്നപ്പോഴാണ് നമ്മൾ രണ്ടാമത് ഒരു 20 ക്വാണ്ടിറ്റി എടുത്തത്. പക്ഷെ അതും മുകളിലേക്ക് പോയി സ്റ്റോപ്പ് ലോസ് അടിച്ച്. പിന്നെ രണ്ടാമത് ഈ ഒരു റെസിസ്റ്റൻസി ഉണ്ടോ, ഇതിനെ ബ്രേക്ക് ചെയ്ത് ആ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ തുടങ്ങിയപ്പോഴാണ് അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് ഇറങ്ങേണ്ടപ്പോഴാണ് നമ്മൾ മൂന്നാമത്തെ 30 ക്വാണ്ടിറ്റി എടുത്തത്. അത് കറക്റ്റായിട്ട് നമ്മുടെ ഈ ആദ്യം ഉണ്ടായ റെഡ് ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറി കുറച്ച് ഉണ്ടോ 5140 വരെ തോന്നുന്നു. പക്ഷെ നമ്മളവിടെ ജസ്റ്റ് ഒരു പ്രോഫിറ്റ് ആയെന്ന് കണ്ടപ്പോഴാണ് നമ്മളത് വിറ്റ് മാറിയത്. ഈ ഒരു ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ വിറ്റ് മാറി. കാര്യം നമുക്കത് ഇനി കൂടുതൽ പിടിച്ചിട്ടും കാര്യമില്ല, അത് സെൽ ഓർഡറാണ്, അത് താഴത്തേക്ക് തന്നെ വരുള്ളൂ. ഒരു 358 രൂപ നമുക്ക് ആ ഒരു ഷെയറിൽ നിന്ന് കിട്ടി. 3 ഓർഡർ എടുത്തന്നാലും കുഴപ്പമില്ല. നമുക്കൊരു അടുത്തത് MCX ഇതേ ആദ്യം എടുക്കുള്ളായിരുന്നു. പിന്നെ ഇതൊന്ന് റെഡിയായിട്ട് വരട്ടെ എന്ന് ഓർത്തിട്ട് ഇതിൻ്റെ എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഒന്നൊരു ഏകദേശം ഒരു ധാരണയൊക്കെ വന്നിട്ട് സപ്പോർട്ട് റെസിസ്റ്റൻസിയൊക്കെ ഒന്ന് റെഡിയായിട്ട് പിടിക്കാമെന്ന് കരുതിയാണ് നിന്നത്. അപ്പോൾ ഇത് ആദ്യം ഒരു 10 ക്വാണ്ടിറ്റി എടുത്ത് അത് കുഴപ്പമില്ലാണ്ട് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് അത് ആക്കി തന്ന് 1000 നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ അതിലേക്ക് എത്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ട്രേഡ് ഒരെണ്ണം പാഴായി പോയി. പിന്നെ 2 റിജക്ഷനും കയറിയിട്ടുണ്ട്. അത് MCX എടുത്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു പണി കിട്ടി നമുക്ക്. MCXൻ്റെ ഇത് നമുക്ക് പ്രോഫിറ്റിൽ 1050 സംതിങ് കണ്ടിട്ട് പ്രോഫിറ്റ് കിട്ടിയതാണ് നമുക്ക്. വേണ്ട 1053 രൂപ പ്രോഫിറ്റായി. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 8 എന്ന് പറയുമ്പോൾ 4 ട്രേഡിനുള്ളിൽ 4 ട്രേഡ് കൊണ്ടാണ് നമ്മൾ ഈ പ്രോഫിറ്റ് ആക്കിയത്. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ഇപ്പോൾ നല്ലൊരു പൊസിഷനിലാന്ന് ഓർത്ത് 1500 ആക്കാലെന്ന് ഓർത്ത് ഒരു ട്രേഡും കൂടെ എടുക്കാൻ വേണ്ടി നിന്നതാണ്. പക്ഷേ ഇത് പണിയായിപ്പോയി. അത് നമ്മുടെ റൂളിന് തെറ്റിച്ചാണ് ഞാൻ ചെയ്തത്. ഒരു ബൈയിങ് പൊസിഷൻ എടുത്ത്, പക്ഷെ അത് റൂള് തെറ്റിച്ചെന്നല്ല, അത്ര ലെങ്ത്തിൽ വന്നപ്പോൾ ഒന്ന് ബൈ ചെയ്തതാണ് 10 ക്വാണ്ടിറ്റിക്ക്. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ച്
സ്റ്റോപ്പ് ലോസ് അടിച്ച് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഓർഡറും കൂടി കൊടുത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു രീതി ചെയ്യുമ്പോൾ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അല്ലാണ്ട് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ അടുത്തത് ആ ഒരു സ്പോട്ട് വിടാനും പറ്റില്ല നമുക്ക്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സപ്പോർട്ടും റെസിസ്റ്റൻസിയും വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിപ്പോൾ 10 ക്വാണ്ടിറ്റി ഇട്ടതിലേക്ക് ഇത് ലോസ് ആണെങ്കിലും നമ്മൾ അടുത്തത് 20 ക്വാണ്ടിറ്റി ഇടേണ്ടി വരും. അത് കഴിഞ്ഞ് 30 ക്വാണ്ടിറ്റി. അപ്പോൾ അവിടെയാണ് നമുക്ക് പണി കിട്ടിയത്. 30 ക്വാണ്ടിറ്റി എടുക്കാനുള്ള ഫണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. ഷെയറൊക്കെ ഇപ്പോൾ ഇത് നല്ല ഇന്നലെ എടുത്തെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നെന്ത് പറ്റിയെന്ന് അറിയാം. ഇന്ന് നമുക്ക് 30 ക്വാണ്ടിറ്റി കിട്ടിയില്ല. 25 കൊടുത്തു നോക്കി, അതും കിട്ടിയില്ല. അപ്പോൾ അത് രണ്ടുമാണ് റിജക്ഷനായിട്ട് വന്നത്. പിന്നെ എന്നിട്ട് ഒരു 20 ക്വാണ്ടിറ്റി എടുത്ത് അതും സ്റ്റോപ്പ് ലോസിൽ പോയി. 30ാമത്തെ എടുത്തപ്പോൾ കിട്ടിയില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്ത് നമ്മൾ ഈ 20 ക്വാണ്ടിറ്റി വെച്ച് തന്നെ ആ പ്രോഫിറ്റിലേക്ക് നമ്മൾ എത്തിക്കേണ്ടി വന്നു. അത് 30 ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇതിലും കൂടുതൽ പ്രോഫിറ്റ് നമുക്ക് അറിയാൻ ഒരു 1500 പറ്റേ നമുക്ക് അറിയാൻ. പക്ഷേ അത് അല്ല, ഇപ്പോൾ തന്നെ 17ആയി. 17ൽ 2 റിജക്ഷനാണ്. പിന്നെ ഒരെണ്ണം നമ്മൾ MCX മാറി ഹാൽ എന്ന് പറഞ്ഞാൽ ട്രൈഡ് എടുത്ത് HALൻ്റെ മാറിയെടുത്ത്. എന്നിട്ട് അപ്പോൾ തന്നെ വിറ്റ് മാറിയിട്ട. നിങ്ങൾക്ക് ആ പ്രൈസ് നോക്കി അറിയാൻ പറ്റും. അപ്പോൾ തന്നെ വിറ്റ് മാറി. പിന്നെ എന്നിട്ട് MCX അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 20 ക്വാണ്ടിറ്റി എടുത്ത്. 30 ക്വാണ്ടിറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ 17ൽ നമുക്കൊരു 6 ട്രൈഡായിട്ടേ നമ്മൾ എടുത്തിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഒരെണ്ണം റിജക്ഷൻ്റെ ആണ് 2 പിന്നെ ഒരെണ്ണം ബൈയും സെല്ലും മറ്റേ HALൻ്റെ മാറിപ്പോയി. MCX എടുത്ത പക്ഷെ മാറിപ്പോയി. പക്ഷെ എന്നാലും നമുക്ക് കുഴപ്പമില്ല. 1300 സംതിങ് വെച്ച് കിട്ടിയിട്ടുണ്ട്. 1160 എങ്ങനെ വേണമാലും 4 വീഴുള്ളൂ നമ്മൾ. അതോർത്ത് പിന്നെ ചെയ്യുന്നില്ല. ഇത് ഇനിയും താഴത്തേക്ക് ഡി പറഞ്ഞിട്ട് ഇത് സെൽ ഓർഡർ. ഞാൻ പിന്നെ ഇത് നമ്മുടെ 3ാമത്തെ ഘട്ടം ഇതുകൊണ്ട് മാത്രം നമ്മൾ വിറ്റ് മാറിയത്. 1321 അത് MCX മാത്രം നമുക്ക് 967 രൂപയാണ് ഉണ്ടാക്കിയത്. ലാസ്റ്റ് മാർക്കറ്റ് പ്ലേസിൽ അടിച്ച് കളഞ്ഞു. ഓർഡർ അങ്ങോട്ട് വന്നില്ല. പിന്നെ ഒരു പന്തികേട് വന്നിട്ട് നമ്മളത് അങ്ങനെ 18 ഓക്കെ 1301 രൂപ. നമ്മുടെ 1000 നമ്മൾ ടാർഗറ്റ്. പിന്നെ ഇവിടെ നിന്നാണ് ആദ്യത്തെ സെൽ ഓർഡർ എടുത്തത്. ഈ ഒരു പൊസിഷൻ ഇവിടെ നിന്ന് എടുത്ത് അത് ആ ഒരു പാറ്റേൺ കാണുമ്പോൾ അറിയാം താഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പാറ്റേണൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട് ഉണ്ടാവും. MCX ഞാൻ പറഞ്ഞില്ല 2 ദിവസം തൊട്ട് ഇടിഞ്ഞിട്ടിരിക്കുന്ന ഷെയർ അതിങ്ങനെ താഴത്തേക്ക് ഈ ഒരു ഏകദേശം ഈ ഒരു ഓപ്ഷനിൽ എത്തിയപ്പോഴേക്കും നമ്മൾ വിറ്റ് മാറി. നിങ്ങൾ ആ പ്രൈസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ അടുത്ത്. പിന്നെ എന്നിട്ട് രണ്ടാമത്തെ ഈ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലുണ്ടോ അവിടെ വെച്ചാണ് നമുക്ക് പണി മാളിയത്. അവിടെ ഒരു ബൈ ഓർഡർ കൊടുത്ത് അത് കയറുമെന്നാണ് കരുതിയത്. എന്താ പക്ഷെ അത് കയറിയില്ല. അത് കയറാണ്ട് നമുക്ക് അവിടെ കിടന്ന് 2 ഓർഡർ എടുക്കേണ്ടത്. പിന്നെ താഴത്തേക്ക് പിന്നെ സെൽ ഓർഡർ എടുത്ത് ആ സെൽ ഓർഡർ ഏകദേശം എന്താ ആ ഇന്നത്തെ മാർക്കറ്റിൽ വന്നേക്കുന്ന ഏറ്റവും ആ ഒരു സപ്പോർട്ടിൻ്റെ ഏറ്റവും വരെ ഉണ്ടോ ആ സപ്പോർട്ടിൻ്റെ ഏറ്റവും വരെ വരുമെന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്ത് അവിടം വരെ വന്നു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റായി. പക്ഷേ ഇതൊന്നും കഴിഞ്ഞ് താഴത്തേക്ക് പോയിട്ടോ മാർക്കറ്റ് ഒരുപാട് പോയി. പിന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ 3ാമത്തെ ട്രേഡാണ്. അത് എസ്കേപ്പ് ചെയ്ത് മാറണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു ചിന്ത. എന്നാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോയി. അപ്പോൾ താങ്ക് യു.